ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ എപ്പിസോഡാണ്. സോ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ പറ്റി ചെറിയൊരു ഇൻട്രോ തരാം. നമ്മളുടെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷ്വൽ ഡിസൈനിങ് ഫീൽഡിൽ നമ്മൾക്ക് എങ്ങനെ നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാമെന്നും അതേപോലെ ഓൾറെഡി ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡിസൈനേഴ്സിന് അവരുടെ കരിയർ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ടിപ്സും ട്രിക്സും അഡ്വൈസസാണ് നമ്മുടെ ഈ ചാനൽ വീഡിയോസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമ്മളുടെ ഈ ചാനലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ഓരോ ട്യൂട്ടോറിയൽസിനും 3 വേർഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തേത് ബിഗിനർ, രണ്ടാമത്തേത് ഇൻ്റർമീഡിയറ്റ്, മൂന്നാമത്തേത് അഡ്വാൻസ്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടു പോയാൽ അത് ഒത്തിരി ലെങ്തി ആവുകയും അതേപോലെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് പ്രയാസമുള്ളതായിരിക്കും. അപ്പോൾ ഓരോ ട്യൂട്ടോറിയൽ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഇതേ രീതിയിലായിരിക്കും നമ്മളുടെ വീഡിയോസ് എല്ലാം അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ കാണുന്ന ഒരു ബാനർ ഡിസൈൻ എങ്ങനെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ കൂടി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഫോട്ടോഷോപ്പിൽ ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാൻവാസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും അതിൻ്റെ ഇമേജസ് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നും അതേപോലെ ടെക്സ്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നും ഡിസൈൻ ചെയ്തതിന് ശേഷം ക്ലയൻറ്റിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കാണുവാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മോക്കപ്പും പ്രിവ്യൂസും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും. സോ വൺസ് ക്ലയൻറ്റ് നമ്മളുടെ ഡിസൈൻ അപ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡിസൈൻ ഫയൽ എങ്ങനെ നമ്മൾക്ക് ഒരു പ്രിൻറ്റിങ് യൂണിറ്റിലേക്ക് ഫൈനൽ പ്രിൻറ്റിങ്ങിന് വേണ്ടി അയക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഉപയോഗിച്ചിട്ടുള്ള ഫോൺസ്, കണ്ടൻറ്റ്, ഇമേജസ് എല്ലാം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ അപ്പോൾ ഡിസൈനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഫ്ലെക്സിൻ്റെ അതേ അളവിൽ തന്നെയാണ്. ഈ ഫ്ലെക്സിൻ്റെ അളവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് 8 ഫീറ്റും ഇതിൻ്റെ ഹൈറ്റ് 6 ഫീറ്റുമാണ്. ഓക്കെ, നമുക്കത് അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഫോട്ടോഷോപ്പിൽ പോകാം. അതിനുശേഷം ഫയൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് സെറ്റ് ചെയ്യാം. മെഷർമെൻറ്റ് പലർക്കും പല രീതിയിലും കിടക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പല ടൈപ്പ് മെഷേഴ്സ് കാണാൻ പറ്റും. പിക്സൽസ്, ഇഞ്ചസ്, സെൻറ്റിമീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ് എന്നുള്ള ഈ മെഷേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇഞ്ചസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇഞ്ചസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ഈ കാണുന്ന ഫ്ലെക്സ് ഫീറ്റിലാണല്ലേ, അപ്പോൾ ഇതെങ്ങനെ ഇഞ്ചസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഫീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 12 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾക്ക് 8 ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 8 × 12 നോക്കിയാൽ മതി. അപ്പോൾ 8 ഫീറ്റ് × 12 ഇഞ്ചസ്. അപ്പോൾ നമ്മൾക്ക് 96 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ ഈ വിഡ്ത്തിൻ്റെ ടാബിൽ നമ്മൾക്ക് 96 കൊടുക്കാം. ഇനി നമ്മൾക്ക് ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഫീറ്റ് ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ പോയിട്ട് 6 ഫീറ്റ് × 12 ഇഞ്ചസ് 72. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൊടുക്കേണ്ടത് 72 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടാബ് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ ഇപ്പോൾ നമുക്ക് ഒരു 72 റെസൊല്യൂഷൻ കൊടുക്കാം. അടുത്തത് അതിൻ്റെ കളർ കോഡാണ്. കളർ കോഡ് ഇപ്പോൾ ഡിഫോൾട്ടായി കിടക്കുന്നത് RGB ആണ്. ഇതിൽ പല കളർ കോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പ്രിൻറ്റിങ്ങിനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കളർ കോഡ് എപ്പോഴും CMYK തന്നെ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ അളവുകളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ കൃത്യമാണെന്ന് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ക്യാൻവാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫയൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഗൈസ്, നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ കാണുന്ന പോലെ ഇതേപോലെ 4 ഫോൾഡേഴ്സ് കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാൻ ഫയൽസ് എല്ലാം ഈ ഒരു ഫോൾഡേഴ്സിൻ്റെ അതായിരിക്കും നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽസിൽ പോവുക, സേവ് ആസ് കൊടുക്കുക. ഇനി നമ്മൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഫോൾഡറിൽ പോവുക. അതിൽ റോ ഫയൽസിൻ്റെ അകത്ത് ഫ്ലെക്സ് വർക്ക് ഫയൽ 8 × 6 ഫീറ്റ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഫയൽ ടൈപ്പ് PSD ആണെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ഫോട്ടോഷോപ്പ് ഫയലും PSD ഓപ്ഷനിൽ തന്നെ സേവ് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെയേഴ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് നമ്മളുടെ ലെയർ പാനൽ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ വിൻഡോസിൽ പോവുക, എന്നിട്ട് ഈ ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിടുക. അപ്പോൾ നമ്മളുടെ ക്യാൻവാസിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഒരു ലെയർ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ ഒരു ലെയർ വിൻഡോയിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. അതായത് നമ്മൾ എപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മളുടെ ഈ ഫയലിന്റെ ആദ്യത്തെ ലെയർ ആണ് ബാക്ക്ഗ്രൗണ്ട് ലെയർ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾക്ക് ഈ ഒരു ഇമേജ് നമ്മളുടെ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഈ ഒരു ക്യാൻവാസിൽ പ്ലേസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമേജ് സേവ് ചെയ്തിട്ടുള്ള ഫോൾഡറിലേക്ക് പോവുക. അതിന് ഫയൽ, ഓപ്പൺ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറോ ഇമേജ് എന്നുള്ള ഈ ഒരു ഇമേജാണ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, ഇപ്പോൾ ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഏതൊരു ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ കളർ ടോൺ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇമേജ് എന്നുള്ള ടാബിൽ പോവുക, എന്നിട്ട് ഓട്ടോ ടോൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ടോൺ അപ്പായി വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾക്ക് ഇനി ഈ ഒരു ഇമേജ് നമ്മളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മളുടെ ഈ ക്യാൻവാസിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു ഇമേജിൻ്റെ മുകളിൽ ഇതേപോലെ സെക്ഷൻ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് കൺട്രോൾ സി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ക്യാൻവാസിൽ വന്നിട്ട് കൺട്രോൾ വി എന്നൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഇമേജ് ഇതേപോലെ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ക്യാൻവാസ് സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ മൈനസ് അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് ടാബ് ഉപയോഗിച്ചിട്ട് സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് നമ്മളുടെ ഇമേജ് റീസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കൺട്രോൾ ടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കൺട്രോൾ ടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതേപോലെ കുറച്ച് ബോക്സസ് നമ്മളുടെ ഇമേജിന് ചുറ്റും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഓരോ നോട്ട്സിനും ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ ഇമേജ് റീസൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് നമ്മളുടെ ഇമേജ് റീസൈസ് ചെയ്യാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ നിങ്ങൾ മൗസ് ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പതിയെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ഈ ഒരു 4 കോർണറും മൗസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ആ ഒരു രീതിയിൽ ഈ ഇമേജിനെ ഒന്ന് റീസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മളുടെ ഇമേജ് നമുക്ക് വേണ്ട ഒരു അളവിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് മേളിൽ ഇതേപോലെ 2 ഐക്കൺസ് കാണാം. ഇതിൽ നമ്മൾ ഈ ടിക്ക് വന്നിരിക്കുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹാൻഡിൽസ് ഡിസപ്പിയർ ആവുന്നതായിരിക്കും. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി ഉപയോഗിച്ച് ഇതേപോലെ ഹാൻഡിൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ റീസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ടെക്സ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അതിനായിട്ട് നമ്മളുടെ അറ്റാച്ച്മെന്റ് ഫോൾഡറിലുള്ള ടെക്സ്റ്റ് ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സോ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ടെക്സ്റ്റ് കാണാം. അപ്പോൾ നമ്മളുടെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് മലയാളം ടെക്സ്റ്റ് എല്ലാം ആണ് ഈ മുകളിൽ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫസ്റ്റ് 2 ലൈൻ ഓഫ് ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ടെക്സ്റ്റ് എങ്ങനെ നമ്മുടെ ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ടൂൾ ബാറിൽ പോവുക. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ടൂൾ ബാർ. അതിൽ പോയിട്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതേപോലെ ടെക്സ്റ്റ് വരുന്നതായിട്ട് കാണാം. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബാക്ക് സ്പേസ് ചെയ്ത് കളഞ്ഞിട്ട് കൺട്രോൾ വി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇതേപോലെ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ഫുൾ സെലക്ട് ചെയ്യാം. അതിനായിട്ട് കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ടെക്സ്റ്റ് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ ഫോൺ പാനലിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഫോൺ മാറ്റാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം തന്നെ ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാനലിൽ വന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോണ്ട് FML ഇന്ദുലേഖ ഹെവി ബോൾഡ് എന്നുള്ള ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
സോ ഗൈസ്, നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ മേളിൽ വരുന്ന ഓപ്ഷൻസ് ആണ് ടെക്സ്റ്റ് മോഡിഫയേഴ്സ്. അതായത് നമ്മളുടെ ടെക്സ്റ്റിന്റെ ഫോണ്ട് മാറ്റാനും അതിന്റെ ടൈപ്പ് ഫേസ് മാറ്റാനും അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ അതിന്റെ കളർ ചേഞ്ചസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഈ മേളിൽ കാണുന്നത്. ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളുടെ ടെക്സ്റ്റ് നമ്മൾക്ക് വേണ്ട വിധം നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. ഫോണ്ട് ഓക്കെ ആയതിനു ശേഷം നമ്മൾ മേളിൽ കാണുന്ന ഈ ടിക്ക് ഐക്കോൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ഫോണ്ട് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് നമ്മളുടെ ടെക്സ്റ്റിന്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ ബാനർ ഡിസൈനിൽ കാണുന്ന പോലെ ആദ്യത്തെ ടെക്സ്റ്റിന്റെ കളർ ലൈറ്റ് ബ്ലൂവും രണ്ടാമത്തെ ടെക്സ്റ്റിന്റെ കളർ പിങ്കുമാണ്. ഓക്കെ, നമുക്കപ്പോൾ അതേ രീതിയിൽ എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും നമ്മളുടെ ടൂൾ ബാറിൽ ടൈപ്പ് ടൂൾ എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലൈനിലെ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഫോൺ പ്രോപ്പർട്ടീസ് പാനലിൽ ഈ കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് പാനലിൽ കാണുന്ന ഈ ഒരു കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതേപോലെ ഈ രീതിയിൽ നമ്മൾ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് കളർ ഓക്കെ ആക്കിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ ലൈൻ ഓഫ് ടെക്സ്റ്റിന്റെ കളർ മാറ്റാൻ വേണ്ടി വീണ്ടും ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ലൈൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളുടെ കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഐക്കോൺ പിങ്ക് റെഡ് ഷെയ്ഡിന്റെ ഭാഗത്തേക്ക് നീക്കുന്നു. അതിനുശേഷം ടെക്സ്റ്റിന്റെ കളർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഈ മുകളിലുള്ള ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫോണിന്റെ സൈസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ടൂൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആദ്യത്തെ ലൈനിലെ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ഈ ഫോൺ പ്രോപ്പർട്ടീസ് പാനലിൽ ഇവിടെ നമ്മൾക്ക് ഫോണ്ടിന്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ 200 പോയിന്റ്സ് ആണ് കിടക്കുന്നത്. നമ്മൾക്കത് ചേഞ്ച് ചെയ്ത് ഒരു 275 പോയിന്റ്സ് ആക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളുടെ താഴെയുള്ള ടെക്സ്റ്റ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഫോണ്ട് സൈസ് നമ്മൾക്ക് ഏകദേശം ഒരു 400 പോയിന്റ്സ് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ മുകളിലെയും താഴത്തെയും ഫോണ്ടുകളുടെ സൈസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളുടെ ഫോണ്ട് സൈസ് നമ്മളിപ്പോൾ മാറ്റി. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ആദ്യത്തെ ടെക്സ്റ്റും പിന്നെ രണ്ടാമത്തെ ലൈനിലെ ടെക്സ്റ്റും തമ്മിലുള്ള അകലം ഇത് കൂടുതലാണ്. അപ്പോൾ ആ ഒരു അകലം എങ്ങനെയാണ് നമുക്ക് കുറക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് രണ്ട് ലൈനിലെയും ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോൺ പ്രോപ്പർട്ടീസ് പാനലിൽ പോയിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ടാബ് ഓപ്പൺ ആവാൻ വരുന്നത് കാണാം. അതിനുശേഷം ഈ ഒരു ഓപ്ഷനിൽ പോവുക. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ചിലപ്പോൾ അവിടെ ഓട്ടോ ആയിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഇതേപോലെ കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ അതിനുശേഷം നമ്മൾക്ക് ഈ ഫോണ്ടിന്റെ ലീഡിങ് സ്പേസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കണിൽ വന്നതിന് ശേഷം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറച്ച് പുറകിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ടാബിന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മളുടെ ഈ ഫോണ്ടിന്റെ ലീഡിങ് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾക്ക് വേണ്ട വിധം ആ ഒരു സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മളുടെ ഫോണ്ടിന്റെ ലീഡിങ് സ്പേസ് ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളുടെ ഈ ട്യൂട്ടോറിയലിൽ മുന്നോട്ട് പോകുന്ന മുന്നേ നമ്മൾ ഫോട്ടോഷോപ്പിൽ ലെയേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഒന്ന് ബേസിക് ആയിട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും. ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫോട്ടോഷോപ്പിൽ ഏതൊരു എലമെന്റ് പ്ലേസ് ചെയ്താലും അത് ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും നമ്മളുടെ ഫോട്ടോഷോപ്പിൽ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാൻവാസിൽ 3 ലെയേഴ്സ് ആണുള്ളത്. ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ലെയർ, അതിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു ഇമേജ് ലെയർ, പിന്നെ അതിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ലെയർ. നിങ്ങളുടെ ഈ ഒരു ക്യാൻവാസിന്റെ റൈറ്റ് സൈഡ് ആയിട്ട് ഇതേപോലെ കുറച്ച് പാനൽസ് കാണാം. അതിൽ ഒരു ലെയേഴ്സ് വന്നിട്ടുള്ള ഒരു പാനലുണ്ട്. ഈ പാനൽ നിങ്ങൾക്ക് ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ വിൻഡോസിൽ പോവുക, അതിൽ ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്തിടുക. ഓക്കെ, സോ ലെയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മളുടെ ഫോട്ടോഷോപ്പിൽ എന്തൊക്കെ എലിമെന്റ്സ് ആണ് ഉള്ളത് ആ എലിമെന്റ്സ് എല്ലാം ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും വരുന്നത്. ആ ലെയറുകൾ ഈ ഒരു ലെയർ പാനലായിരിക്കും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇപ്പോൾ കറന്റ്ലി 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ലെയർ, ഇമേജ് ലെയർ, അതേപോലെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റ് ലെയർ. സോ ഇപ്പോൾ കറന്റ്ലി ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ലെയർ പാനൽ സെലക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റിനാണ് സെലക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ ഈ ഒരു ക്യാൻവാസിന്റെ ഏതൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ടെക്സ്റ്റ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ അല്ലെ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇമേജ് ഇങ്ങനെ വലിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഇമേജ് മൂവ് ആകത്തില്ല. കാരണം എന്താണ്? കാരണം നമ്മളുടെ ലെയർ പാനൽ ഏത് എലമെന്റ് ആണോ സെലക്ട് ആയിരിക്കുന്നത് അത് മാത്രമേ മൂവ് ആവുള്ളൂ. ഇനിയിപ്പോൾ ഇമേജ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമേജ് ലെയർ 1 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ലെയർ 1 സെലക്ട് ചെയ്തതിനു ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഒരു മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു എലമെന്റ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾക്കിനി നെക്സ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ലെയർ പാനൽ കാണുന്ന നമ്മളുടെ ഈ എലമെന്റ്സിനെ നമുക്കൊന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, സോ ഈ ലെയർ 1 എന്നുള്ള ഈ ഒരു ഇമേജ് ലെയറിനെ നമ്മൾക്ക് ഒരു പേര് കൊടുക്കാം. അതിന് നമുക്ക് ഹീറോ ഇമേജ് എന്ന് വേണം പേര് കൊടുക്കാൻ. ഓക്കെ, സോ ജസ്റ്റ് ആ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ അവിടെ ഹീറോ ഇമേജ് എന്ന് നമുക്ക് ആ ഒരു ലെയറിനെ പേര് കൊടുക്കാം. അതേപോലെ നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ലെയറിന് നമ്മൾക്ക് പ്രൈമറി ടെക്സ്റ്റ് എന്നുള്ള ഒരു പേര് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ലെയർ നൽകാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് ബാക്ക് സ്പേസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പ്രൈമറി ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ശേഷം നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേര് ആ ഒരു ലെയറിന് അപ്ലൈ ആവുന്നതാണ്. നമ്മളിങ്ങനെ പേര് എന്തിനാ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ലെയറിൽ കുറേ അധികം ടെക്സ്റ്റും കുറേ എലിമെന്റ്സും കുറേ ഷേപ്സും കുറേ അഡ്ജസ്റ്റന്റ് ലെയേഴ്സും വരുന്നതാണ്. അപ്പൊ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു പേര് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇന്ന എലമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ലെയറുകൾക്ക് പേര് കൊടുത്ത് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഇനി അടുത്ത ടെക്സ്റ്റ് നമ്മളുടെ ക്യാൻവാസിലേക്ക് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക. Ctrl+C എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. ശേഷം നമ്മളുടെ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം Ctrl+V എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത് വായിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണില്ല. കാരണം അതിന്റെ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് വന്നിരിക്കുന്നത് 12 പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫോണ്ട് വിസിബിളായി കാണുവാൻ വേണ്ടിയിട്ട് Ctrl+A ഉപയോഗിച്ച് ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോണ്ട് സൈസ് നമ്മൾക്കൊരു 175 കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്ക് ഫോണ്ട് വായിക്കാവുന്ന രീതിയിൽ തന്നെ ഈ ക്യാൻവാസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ഡിസൈനിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റ് 2 ലൈനായിട്ടാണ് പ്ലേസ് ആയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ടെക്സ്റ്റ് ഇതേപോലെ 2 ലൈനായിട്ട് പ്ലേസ് ആവുന്നതാണ്. ഇനി ഈ ടെക്സ്റ്റിന്റെ രണ്ടിന്റെ ഇടയിലുള്ള അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ലീഡിങ് സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് Ctrl+A എന്ന ഷോർട്ട് ക്ലിക്ക് കീ ഉപയോഗിച്ചിട്ട് ഫോണ്ട് ഫുൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം മേളിലുള്ള ഫോണ്ട് പ്രോപ്പർട്ടീസ് പാനലിൽ പോവുക. എന്നിട്ട് ഈ ഒരു ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളുടെ ഫോണ്ട് ലീഡിങ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൗസ് പതിയെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഫോണ്ട് മുകളിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നത് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ടിക്ക് ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മളുടെ ഫോണ്ടിന്റെ സൈസും സ്പേസിങ്ങും ഒക്കെ ഇപ്പോൾ നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഫോണ്ട് കുറച്ച് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് മൂവ് ടൂൾ എടുക്കുക. എന്നിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് നമ്മളുടെ ഫോണ്ടിന്റെ കളറാണ്. ഈ ഒരു ഫോണ്ടിന്റെ കളർ നമ്മൾ ബ്ലാക്ക് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ്
ലെയർ ക്ലിക്ക് ചെയ്തുകൊണ്ടിട്ട് ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കളർ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുക. നമ്മളുടെ രണ്ടാമത്തെ ടെക്സ്റ്റും ഇവിടെ നല്ല രീതിയിൽ പ്ലേസ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഈ ഒരു ടെക്സ്റ്റ് ലെയറിന്റെ പേര് ഒന്ന് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ലെയർ പാനൽ വന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് സെക്കൻഡറി ടെക്സ്റ്റ് എന്ന് ഈ ഒരു ലെയർ ടെക്സ്റ്റിന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾക്ക് ഈ ഒരു ക്യാൻവാസിലേക്ക് ഈ ഒരു ഇംഗ്ലീഷ് കണ്ടന്റ് ആണ് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ പേര് മാത്രം നമുക്ക് ആദ്യം കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ ടെക്സ്റ്റ് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് നമ്മളുടെ ഈ ഒരു വൈറ്റ് സ്പേസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ വി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഈ ടെക്സ്റ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മലയാളം ഫോണ്ടിലാണ്. കാരണം ഈ ഒരു ഫോണ്ടാണ് ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. FML ഇതിലെ ഹെവി എന്നുള്ള മലയാളം ഫോണ്ട് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയതുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഇംഗ്ലീഷ് കോണ്ടന്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്തപ്പോഴത്തേക്കും ഇവിടെ മലയാളത്തിൽ വന്നത്. അപ്പോൾ ഈ ഒരു ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൺട്രോൾ A എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ടെക്സ്റ്റ് ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം മോൺസ്ട്രാറ്റ് ബോൾഡ് എന്ന ഫോണ്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഒരു ഫോണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിന്ന് ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഇവിടെ വന്ന് മോൺസ്ട്രാറ്റിന്റെ MONT ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ഫോണ്ട് ഫാമിലിയിലുള്ള ഫോണ്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് മോൺസ്ട്രാറ്റ് ഫോണ്ട് എന്ന ഫോണ്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മളുടെ ഫോണ്ട് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. നമ്മൾക്കിനി ചെയ്യാവുന്നത് നമ്മളുടെ ഈ ഒരു ഫോണ്ടിന്റെ ബ്ലാക്ക് കളർ മാറ്റിയതിന് ശേഷം ഈ ഒരു കളർ നമുക്ക് ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പാനലിൽ വന്നിട്ട് കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മൗസിന്റെ ഈ ഒരു കർസർ ഒരു റൗണ്ട് ഷേപ്പിലാണ് കാണുന്നത് അല്ലേ? നമ്മളത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ഫില്ലർ ഷേപ്പിൽ കാണാൻ പറ്റും. നമ്മൾ ഈ ക്യാൻവാസിന്റെ ഏതൊരു ഭാഗത്ത് ക്ലിക്ക് ആവുന്നോ ആ ഒരു കളറായിരിക്കും ഇവിടെ ന്യൂ എന്നുള്ള ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പിങ്ക് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഇവിടെ ഇപ്പോൾ പിങ്ക് എന്നുള്ള കളറാണ് ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ക്യാൻവാസിലുള്ള ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ ഈ രീതിയിൽ നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് കളർ പിക്കർ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കളർ ഈ ഒരു ടെക്സ്റ്റിന്റെ ഈ സെയിം പിങ്ക് തന്നെയാണ് നമ്മൾ ഇവിടെയുള്ള ടെക്സ്റ്റിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫില്ലർ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കളർ വന്നിട്ടുണ്ട്, ഈ ഒരു പിങ്ക് കളർ നമ്മളുടെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, നമ്മളുടെ ടെക്സ്റ്റിന്റെ കളർ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റ് കുറച്ച് സെന്ററിലേക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ മൂവ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അലൈൻ ചെയ്യുന്ന രീതി ഒട്ടും തന്നെ പ്രൊഫഷണൽ അല്ല. നമ്മളുടെ ഇനി വരുന്ന ഇന്റർമീഡിയറ്റും അഡ്വാൻസ്ഡും ആയിട്ടുള്ള വേർഷൻസിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ടെക്സ്റ്റ് വളരെ പ്രൊഫഷണലി അലൈൻ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ നോക്കുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ കോൺടാക്ട് ഇൻഫോർമേഷൻ ആണ് നമ്മളെ ക്യാൻവാസിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ C എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. ഫോട്ടോഷോപ്പിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ ടെക്സ്റ്റിന്റെ ഇടയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ V എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഫോണ്ടും ഏകദേശം സെയിം സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഫോട്ടോഷോപ്പിൽ ഏറ്റവും അവസാനം ഉപയോഗിച്ച ഫോണ്ടിന്റെ പ്രോപ്പർട്ടീസ് ഏതാണോ, ഏത് സൈസാണോ, ഏത് കളറായിരിക്കുമോ ആ ഒരു സെയിം സൈസിലേക്ക് നമ്മൾ അടുത്തതായി നമ്മൾ ഏത് ഫോണ്ടാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സെയിം സൈസും കളറും ഫോണും തന്നെയായിരിക്കും നമ്മളുടെ നെക്സ്റ്റ് ഫോണ്ടിന് ഡിഫോൾട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, നമ്മൾക്ക് ഈ ഒരു കളറും ഫോണ്ട് സൈസും മാറ്റുവാൻ വേണ്ടി കൺട്രോൾ A എന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് നമ്മളുടെ ഫോണ്ട് കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം നമ്മളുടെ ഫോണ്ട് സൈസ് 125 കൊടുത്തതിന് ശേഷം എൻ്റർ കീ ക്ലിക്ക് ചെയ്യും.
ഇനി ഫോൺ കളർ ബ്ലാക്കിലേക്ക് മാറ്റുവാൻ വേണ്ടി കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ കളർ പിക്കർ ഉപയോഗിച്ച് നമുക്ക് ബ്ലാക്ക് സൈഡിലേക്ക് നമ്മളുടെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ നമുക്ക് ഫോണ്ട് മാനുവലി നമുക്ക് സെൻട്രലി അലൈൻ ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, നമ്മളുടെ ഫ്ലെക്സിന്റെ 90% വർക്കും ഇവിടെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നമ്മൾക്ക് ഈ ഒരു ക്യാൻവാസിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ ലോഗോ ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോവുക, എന്നിട്ട് പ്ലേസ് എംബഡഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ലോഗോ എവിടെയാണോ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോൾഡറിലേക്ക് പോവുക. ഇമേജസ് എന്നുള്ള ഫോൾഡറിൽ പോയിട്ട് ലോഗോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ പ്ലേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലോഗോ ഇതേ രീതിയിൽ ഈ ഒരു ക്യാൻവാസിൽ അപ്പിയർ ആയിരിക്കുന്നത് കാണാം. നമ്മുടെ ലോഗോ നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് ഇതേ രീതിയിൽ നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ബോക്സസ് ഉപയോഗിച്ച് നമുക്ക് ലോഗോ റീസൈസ് ചെയ്യാവുന്നതാണ്. ലോഗോ റീസൈസ് ആയതിനു ശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ഉപയോഗിച്ച് ലോഗോയുടെ പൊസിഷൻ നമുക്ക് ഇവിടെ ഉറപ്പിക്കാവുന്നതാണ്. നമ്മളുടെ ഫ്ലെക്സിന്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഒരു പ്രിവ്യൂ ഫയലായിട്ടും അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ JPEG പ്രിവ്യൂയിലേക്കാണ് സേവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫയൽ പോവുക, എക്സ്പോർട്ട് സേവ് ഫോർ വെബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. അതിനുശേഷം നമ്മളുടെ പ്രീസെറ്റ് JPG ഹൈ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു ഓപ്ഷനിലും JPG തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പ്രൊജക്ട് ഫോൾഡറിൽ റിവ്യൂസ് എന്ന ഫോൾഡറിൽ ഫ്ലെക്സ് ഡിസൈൻ എന്നുള്ള ഈ ഒരു പേര് നൽകി നമുക്ക് ഈ ഒരു JPEG ഫയൽ ഇവിടെ സേവ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മളുടെ ആ ഒരു JPEG ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഈ രീതിയിൽ നിങ്ങളുടെ വിൻഡോസ് പ്രിവ്യൂർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എൻലാർജ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി വെരിഫൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പിൽ പോവുക, ഫയൽ പോവുക, ഓപ്പൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ പ്രൊജക്ട് ഫോൾഡറിൽ വന്നിട്ട് ഇമേജസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഹോർഡിംഗ് എന്ന ഈ ഒരു ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മളുടെ ഡിസൈൻ ചെയ്ത ആ ഒരു ബാനർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവുക, പ്ലേസ് എന്ന ഈ പ്ലേസ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊജക്റ്റിൽ പ്രിവ്യൂ ഫോൾഡറിൽ ഫ്ലെക്സ് ഡിസൈൻ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രിവ്യൂ JPEG ഫോർമാറ്റിലുള്ള ഫയൽ സെലക്ട് ചെയ്യുക. ശേഷം പ്ലേസ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു ഡിസൈൻ ഇതേ രീതിയിൽ നമ്മളുടെ ഈ ഒരു ക്യാൻവാസിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾക്ക് ഇനി ഈ ഒരു ഇമേജ് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ 4 കോർണറിലെയും ബോക്സസ് ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ കീ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഓരോ കോർണറിൽ നിന്നും നമ്മൾ ഈ ഒരു 4 മൂലയിലേക്കും നമ്മൾ ഈ ബോക്സസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ ഈ ഒരു ഇമേജ് ഇതിലേക്ക് അഡ്ജസ്റ്റ് ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടി അക്യുറേറ്റ് ആകാൻ വേണ്ടി നിങ്ങൾ സൂം ഇൻ ചെയ്തതിന് ശേഷം സൂം ഇൻ ചെയ്യാനുള്ള കീ കൺട്രോൾ ആൻഡ് പ്ലസ് കീ ആണ്. അത് ഉപയോഗിച്ച് സൂം ഇൻ ചെയ്യുക. എന്നിട്ട് ഈ 4 കോർണേഴ്സ് ഒന്നും കൂടി കൃത്യമായിട്ട് ഈ ഒരു ഹോർഡിങ്ങിന്റെ 4 മൂലയിലേക്കും ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് സൂം ഔട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ആണെന്ന് തോന്നിയാൽ ഈ ടിക്ക് മാർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു ഹോർഡിങ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ലെയർ പാനൽ നമ്മളുടെ ഈ ഒരു ഹൈഡ് ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ലെയർ എലമെന്റ് ഇവിടെ ഹൈഡ് ആവുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ ഹൈഡ് ആയപ്പോഴത്തേക്കും ഈ ഒരു ഹോർഡിങ്ങിൽ ഈ ഒരു ലൈറ്റ് വന്നതിനാൽ
ഈ ഒരു ഹോർഡിങ്ങിൻ്റെ മുകളിലും ലൈറ്റ് ഉണ്ട് അല്ലേ? പക്ഷെ നമ്മളുടെ ഈ ഒരു ഡിസൈനിൻ്റെ മുകളിൽ ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് അപ്പിയർ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് നമ്മളുടെ ഡിസൈനിൻ്റെ മുകളിലും അപ്പിയർ ആകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെയർ പാനലിൽ ഈ നമ്മളുടെ ഡിസൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പാനലിൽ പോവുക. അതിനുശേഷം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇതിനെ പറയുന്നത് ബ്ലെൻഡിങ് മോഡ് എന്നാണ്. നമ്മളുടെ ഇമേജിൻ്റെ ബ്ലെൻഡിങ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ കാണുന്നത്. അവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ഡിസൈനിൻ്റെ മുകളിലും ഈ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് അപ്പിയർ ആയിരിക്കുന്നത് കാണാം. ഓക്കെ, സോ ഗൈസ്, ഈ ഒരു ഫയൽ നമ്മൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയൽ പോവുക, എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സേവ് ഫോർ വെബ് ലെഗസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് രണ്ടും JPG തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ഫ്ലെക്സ് ബാനർ ഹോർഡിംഗ് റിവ്യൂ എന്നുള്ള പേരിൽ നമുക്ക് സേവ് ചെയ്യാം. ഇനി നമ്മളുടെ പ്രിവ്യൂ ഫോൾഡറിൽ പോയതിനു ശേഷം നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു മോക്കപ്പും ഇതേ രീതിയിൽ അപ്പിയർ ആയിരിക്കുന്നത് കാണാം. അപ്പോൾ സീരിയസ് നമ്മളുടെ ആ ഒരു ഫ്ലെക്സ് ഡിസൈനും ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങോടെ ആ ഒരു ഭംഗിയോടും കൂടെ നമ്മളുടെ നല്ല രീതിയിൽ ഈ ഒരു ഇമേജിൽ വന്നിട്ടുണ്ട്. സോ നമ്മളപ്പോൾ നമ്മളുടെ ഡിസൈനിൻ്റെ മോക്കപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ വൺസ് അത് ക്ലയൻറ്റിന് കൊടുത്തതിന് ശേഷം നമ്മളെ ക്ലയൻറ്റ് ആ ഒരു ഡിസൈൻ അപ്രൂവൽ തരുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മളുടെ ഈ ഒരു ഡിസൈൻ ഫയൽ പ്രിൻറ്റിങ്ങിന് വേണ്ടി അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻറ്റിങ് ഏത് ഫോർമാറ്റിലേക്കാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രിൻറ്റിങ്ങിന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഈ ഒരു ക്യാൻവാസ് ഒന്നും കൂടി ഒരു തെറ്റുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ കളർ മോഡ് CMYK ആണെന്ന് ഉറപ്പുവരുത്തുക. ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഫയൽ നെയിമിൽ തന്നെ CMYK എന്ന് കാണാം. അതല്ലെങ്കിൽ ഇമേജിൽ പോയിട്ട് മോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു ടിക്ക് മാർക്ക് ഏത് കളർ മോഡിലാണ് വന്ന് ഇരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ കളർ ഇവിടെ കാണിക്കുന്നത് CMYK തന്നെയാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾക്ക് ഇത് പ്രിൻറ്റിംഗ് ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പ്രിന്റ് ഫയൽ എന്നുള്ള ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫയൽ വളരെ കൃത്യമായിട്ട് തന്നെ പേര് നൽകേണ്ടതാണ്. നമ്മൾക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ പേര് എവർലൈഫ് എന്നായതുകൊണ്ടിട്ട് നമുക്ക് എവർലൈഫ് ബാനർ, നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ സൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ 8x6 feet പ്രിന്റ് ഫയൽ ഇതേ രീതിയിൽ നെയിം ചെയ്തതിന് ശേഷം നമ്മളുടെ സേവ് ആസ് ഫയൽ ടൈപ്പ് PSD-യിൽ നിന്ന് മാറ്റി TIFF ഫയൽ ആക്കിയതിനു ശേഷം നമ്മളുടെ ലേയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു വിൻഡോ അപ്പിയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, നമ്മളുടെ പ്രിന്റ് ഫയൽ ഇപ്പോൾ ഇതേ രീതിയിൽ TIFF ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. സോ വൺസ് നിങ്ങൾ ഈ ഫോട്ടോഷോപ്പിൽ ഇത് സൂം ഇൻ ചെയ്തതിന് ശേഷം ഇത് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ടൂൾ ബാറിൽ നിന്നിട്ട് ഈ ഹാൻഡ് ടൂൾ സെലക്റ്റിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. നമ്മളപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ബാനർ ഡിസൈൻ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക. അതേപോലെ ഗൈസ്, നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ ഇൻ്റർമീഡിയറ്റ് ബാനർ ഡിസൈനിങ് ആയിരിക്കും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു 3 ടാസ്ക് തരുവാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ 3 ബാനർ ഡിസൈൻസും നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡിസൈൻ ആസ്പിറൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്